എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ അഡീനിയം വിത്തുകൾ എങ്ങനെ എളുപ്പത്തിൽ മുളപ്പിച്ചെടുക്കാമെന്ന് നോക്കാം. നമുക്കറിയാം, പരിചരണം തീരെ കുറവായ ചെടിയാണ് അഡീനിയം. വൈവിധ്യമാർന്ന പൂക്കൾ നൽകുന്ന ഇവ രണ്ട് തരത്തിലുണ്ട്: സിംഗിൾ പെറ്റൽ ഉള്ളതും മൾട്ടി പെറ്റൽ ഉള്ളതും. ഇവയ്ക്ക് വിവിധ ഷേപ്പിലുള്ള കോഡെക്സ് ഉള്ളതുകൊണ്ട് ഈ ചെടികളെ നമുക്ക് ബോൺസായി ആക്കിയും വളർത്താം. വിത്തുകൾ പാകമാകുമ്പോൾ അതിൻ്റെ പോടുകളുടെ പച്ച നിറം പതുക്കെ മാറി ബ്രൗൺ നിറമാകും. വിത്തുകൾ ഒരുവിധം പാകമാകുമ്പോൾ തന്നെ അതിനെ ഒരു റബ്ബർ ബാൻഡോ നൂലോ ഇട്ടു കെട്ടണം. കാരണം വിത്തുകളുടെ ഇരുവശത്തും ഒരു ഹെയറി സ്ട്രക്ചർ ഉള്ളതുകൊണ്ട് പോടുകൾ പൊട്ടിയാൽ അതിനകത്തുള്ള വിത്തുകൾ കാറ്റിൽ പറന്നു പോകാൻ സാധ്യതയുണ്ട്. അഡീനിയത്തിൻ്റെ വിത്തുകൾ പാകമായാൽ ഒരു 1-2 മാസത്തിനുള്ളിൽ നട്ടാൽ ഒരുമിക്ക വിത്തുകളും മുളയ്ക്കും. എന്നാൽ ഒത്തിരി നാളുകൾക്ക് ശേഷം നടുകയാണെങ്കിൽ വിത്തുകൾ മുളയ്ക്കുവാനുള്ള സാധ്യത കുറയും. ഈ ഹെയറി സ്ട്രക്ചറിൻ്റെ നടുഭാഗത്ത് കാണുന്നതാണ് ഇതിൻ്റെ വിത്തുകൾ. ഒരു പോഡിൽ നിന്ന് ഏകദേശം ഒരു 60-70 വിത്തുകളെങ്കിലും കിട്ടും. പക്ഷേ എല്ലാ വിത്തുകളും നല്ലതാകണമെന്നില്ല. വിത്തുകൾ നല്ലതാണോ ചീത്തയാണോ എന്ന് നമുക്ക് തന്നെ കണ്ടുപിടിക്കാം. വിത്തുകൾ പതുക്കെ ഒന്ന് ഞെക്കി നോക്കിയാൽ നല്ല കട്ടി തോന്നുകയാണെങ്കിൽ നല്ല വിത്തുകളായിരിക്കും. വിത്തുകൾ സോഫ്റ്റായി തോന്നുകയാണെങ്കിൽ അത് നല്ല വിത്തായിരിക്കില്ല. അങ്ങനെയുള്ള വിത്തുകൾ മുളയ്ക്കുകയുമില്ല. ഇനി നമുക്ക് ഇതിൻ്റെ പോട്ടിംഗ് മിക്സും നടുന്ന രീതിയും നോക്കാം. ഞാൻ അഡീനിയം വിത്തുകൾ നടുവാൻ ഉപയോഗിച്ച പോട്ടിംഗ് മിക്സ് തരികൾ കൂടുതലുള്ള മണലും ചാണകപ്പൊടിയും മാത്രമാണ്. പോട്ടിംഗ് മിക്സ് ഇടുന്ന ചട്ടിയുടെ അടിഭാഗത്ത് ആദ്യം കുറച്ച് ചെറിയ കല്ലുകൾ ഇടുന്നത് നല്ലതായിരിക്കും. ചട്ടിയിൽ വെള്ളം കെട്ടി നിൽക്കാതിരിക്കുവാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. അതിനുശേഷം ചട്ടിയിൽ കുറച്ച് വെള്ളം തളിച്ചതിന് ശേഷം വിത്തുകൾ പാകാം. വിത്തുകൾ മുളച്ചു വരുന്നത് വരെ അധികം വെയിൽ ഏൽക്കാത്ത സ്ഥലത്തേക്ക് ചട്ടി മാറ്റിവെക്കണം. നട്ടിട്ട് ഏകദേശം ഒരു 2 ആഴ്ചയിൽ കൂടുതൽ വളർച്ചയെത്തിയ അഡീനിയം തൈകളാണ് ഇവയെല്ലാം. ഈ ചെടികൾക്ക് ഇപ്പോൾ കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് കൊടുക്കേണ്ട ആവശ്യമില്ല. ഏതെങ്കിലും ഓർഗാനിക് വളങ്ങൾ കൊടുത്താൽ മതി. ഞാൻ സാധാരണ തേങ്ങ വെള്ളം ഒരു 3-4 ദിവസം പുളിപ്പിച്ചതിന് ശേഷം അത് ഡൈല്യൂട്ട് ചെയ്ത് ആഴ്ചയിലൊരിക്കൽ ഒഴിച്ചു കൊടുക്കും. ഒരു 2 ആഴ്ച കൂടി കഴിയുമ്പോൾ ഇതേപോലെയുള്ള ചട്ടിയാണെങ്കിൽ ഒരു 5 ചെടികൾ വീതം മാറ്റി നടാം. പിന്നീട് ഒരു 1-1.5 മാസം കൂടി കഴിയുമ്പോൾ ഇതുപോലുള്ള ചെറിയ ചട്ടിയിൽ ഓരോ ചെടി വീതം നടാം. ഈ ചട്ടികളിൽ കാണുന്ന അഡീനിയം ചെടികളെല്ലാം ഇതുപോലെ വിത്തുകൾ നട്ട് മുളപ്പിച്ചെടുത്തതാണ്. വിത്തുകൾ നട്ട് മുളച്ചു വരുന്ന അഡീനിയം ചെടികളുടെ കോഡെക്സ് വലുതായിരിക്കും. തണ്ട് മുറിച്ച് നട്ട ചെടികൾക്ക് കോഡെക്സ് തീരെ കുറവായിരിക്കും. കണ്ടോ, ഇത് തണ്ട് മുറിച്ച് നട്ടതാണ്. ഇതിന് കോഡെക്സ് തീരെയില്ല. ഫെബ്രുവരി തുടങ്ങി മെയ് വരെയുള്ള മാസങ്ങളിലാണ് കൂടുതലും അഡീനിയം വിത്തുകൾ പാകമാകുന്നത്. ഈ സമയങ്ങളിൽ വിത്തുകൾ കിട്ടുകയാണെങ്കിൽ അവ നട്ട് നിങ്ങൾക്ക് ധാരാളം അഡീനിയം ചെടികൾ ഉണ്ടാക്കിയെടുക്കാം. പുതിയൊരു ഗാർഡൻ ടിപ്സുമായി അടുത്ത വീഡിയോയിൽ കാണാം.